തലസ്ഥാനത്തെ ദുരിതപ്പെയ്ത്തിൽ വെള്ളക്കെട്ട് പതിവായി വെട്ടുകാട് മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ. വീടുകളിൽ വെള്ളം കയറിയതോടെ എന്തു ചെയ്യണമെന്ന ചോദ്യമാണ് അധികാരികളോട് നാട്ടുകാർ ചോദിക്കുന്നത്. മുൻപും വെള്ളക്കെട്ടുകൾ ഉണ്ടായപ്പോൾ പരിഹാരം കാണാമെന്ന് പറഞ്ഞ നഗരസഭയും കൈവിട്ടതോടെ കാലവർഷപ്പെയ്ത്തിൽ ദുരിതമനുഭവിക്കുകയാണ് ഇവർ. വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നു. ശാലിനി, ശക്തമായ മഴയാണ് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെയായി പെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ദുരിതമനുഭവിക്കുന്നവർ എന്ന് പറയുന്നത് വലിയ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്ന സ്ഥലങ്ങളിലെ പ്രദേശവാസികളാണ്. ഇപ്പോൾ വെട്ടുകാട് മേഖലയിലെ പ്രദേശത്താണ് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നത്. അവിടെ നിന്നും നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? കഴിഞ്ഞ ദിവസവും ശാലിനി പങ്കുവച്ചിരുന്നു, താൽക്കാലികമായി വെള്ളം പമ്പ് ചെയ്ത് കളയുന്ന ഒരു രീതി മാത്രമാണ് അധികാരികൾ കൈക്കൊള്ളുന്നത്, പക്ഷേ സ്ഥായിയായ ഒരു പ്രശ്നപരിഹാരം ഇതുവരെ നടത്തിയിട്ടില്ല എന്നുള്ളത്. രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് തലസ്ഥാന ജില്ലയിൽ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി അതിരൂക്ഷമായ മഴ ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പല മേഖലകളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് വേളിയിലെ ദുരിത കാഴ്ചകളായിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വേളിക്ക് തൊട്ട് സമീപത്തുള്ള വെട്ടുകാട് മേഖലയിലാണ്. എനിക്ക് പിന്നിൽ കാണുന്നതാണ് ഇവിടുത്തെ വെള്ളക്കെട്ടിന്റെ, ഞാൻ നിൽക്കുന്നത് ഒരു റോഡിലാണ്. ഇത് റോഡാണോ തോടാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലേക്ക് സാഹചര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ എല്ലാ മഴക്കാലത്തും ഇത് തന്നെയാണ് സാഹചര്യവും അവസ്ഥയും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രദേശവാസികൾ സൂചിപ്പിക്കുകയും ചെയ്തത്. നിരവധി തവണ പരാതികൾ നൽകി, നിരവധി വാതിലുകളിൽ അവർ ആവശ്യവുമായി എത്തി. പക്ഷേ അപ്പോഴൊന്നും ഇവരെ പരിഗണിക്കാനോ അല്ലെങ്കിൽ ഇവരെ നോക്കാനോ അധികാരികൾ കൺ തുറന്നിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ സമീപത്ത് ഏകദേശം 100-ലധികം വീടുകളുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങോട്ടേക്ക് പോകാൻ കഴിയാത്ത രീതിയിലേക്ക് വെള്ളക്കെട്ട് അതിരൂക്ഷമായ സാഹചര്യം, ഭക്ഷണം പാകം ചെയ്യാനോ ശൗചാലയത്തിൽ പോകാനോ അടക്കം കഴിയാത്ത സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ ഈ ദുരിതപ്പെയ്ത്ത് ഇവരെ ദുരിതത്തിലാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അധികാരികൾ കണ്ണടച്ചതുകൂടിയാണ് ഈ വേളി, വെട്ടുകാട്, ബാലനഗർ അടക്കമുള്ള മേഖലകളിലെ ആളുകൾ ഇത്രയധികം ദുരിതം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അനുഭവിക്കാനുള്ള പ്രധാന കാരണമായി സൂചിപ്പിക്കുകയും ചെയ്തു. നമ്മൾക്കൊപ്പം ചില വീട്ടമ്മമാർ കൂടി ചേരുന്നുണ്ട്. കാരണം ഈ ഒരു വീടിന് സമീപത്ത്, ഈ ഒരു വേളിക്ക് സമീപത്തെ ഒരു വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ആ വീട്ടിലെ വീട്ടമ്മയോട് തന്നെ ചോദിക്കാം. ഇങ്ങോട്ട് വരുവാൻ, എന്താണ് ഇവിടുത്തെ ഒരു വെള്ളക്കെട്ടിന്റെ ചേച്ചി അനുഭവിക്കുന്ന ദുരിതം ആണ്. വെള്ളപ്പൊക്കം ഇത് ഇവിടെ ഒരു ഓട വന്നാൽ മാത്രമേ ഇവിടെ നമുക്കിവിടെ ഇത് ശരിയാവുള്ളൂ. പിന്നെ പിള്ളേർക്കൊക്കെ രാവിലെ സ്കൂളിൽ പോകാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. യൂണിഫോമൊക്കെ ഇട്ട് അതും സ്കൂളിൽ സോക്സും ഷൂ ഒക്കെ ഇട്ടുകൊണ്ടാണ് ഇപ്പോഴത്തെ സ്കൂളിൽ പോകാനുള്ളത്. അപ്പോൾ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. കാരണം ഭക്ഷണം പാകം ചെയ്യാനോ ടോയ്ലറ്റിൽ പോകാനൊക്കെ അതിപ്പം ഞങ്ങൾ കഴിഞ്ഞ വെള്ളത്തിൽ ഞങ്ങളുടെ ബാക്കിലിരിക്കുന്ന വീട് ഇടിഞ്ഞു. ഞങ്ങളിപ്പോൾ അപ്പുറത്തോട്ട് വീട് വാടകയ്ക്ക് മാറിയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇവിടെ വന്ന് നോക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ടൊക്കെയാണ് പാചകം ചെയ്യുന്നത്. അതുകൊണ്ട് ബുദ്ധിമുട്ടാണ്, എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ 1.5 മാസം ആയി വെള്ളം തുടങ്ങി. പക്ഷേ ഇന്നലെ മെനിഞ്ഞാത്ത മഴയിലാണ് ഇത്രയും വെള്ളപ്പൊക്കം. മറ്റേ മഴ പെയ്യും ഉടനെ താരും. ഇതിപ്പോൾ ഇപ്പോഴത്തെ ദുരിതം എന്ന് പറയുന്നത് ഇതിപ്പോൾ 2 ദിവസം കൊണ്ട് ഉണ്ട് വെള്ളം വരുമ്പോൾ. അങ്ങനെയൊക്കെയുള്ള പേടിയൊക്കെ ഉണ്ടോ? പേടിയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ കൊച്ചുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പേടിയൊക്കെ ഉണ്ട്. ആരെങ്കിലും വന്നോ സർക്കാരിൻ്റെ പ്രതിനിധികളായിട്ടൊന്നും? അങ്ങനെ ഇന്ന് രാവിലെ കൗൺസിലർ വന്ന് നോക്കിയിട്ട് പോയിട്ടുണ്ട്. ചോദിച്ചോ എന്തെങ്കിലും പരിഹാരം ഉണ്ടാവുന്ന പ്രതീക്ഷ ഉണ്ടാവുമെന്ന് പറഞ്ഞു. മോട്ടർ അവർ അടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒന്നും അറിയില്ല. രാവിലെ വന്നവർ നോക്കിയിട്ടുണ്ട്. ഇതൊക്കെ സൂചിപ്പിച്ചതുപോലെയാണ് ഭക്ഷണം പാകം ചെയ്യാൻ കഴിയാത്ത സാഹചര്യം. എല്ലാ വീടുകളിലും വെള്ളം കയറി കിടക്കണം. നമുക്ക് ഈ സമീപത്തൊക്കെ കണ്ടാൽ അറിയാൻ സാധിക്കും എത്രത്തോളം ദുരിതത്തിലാണ് ഓരോരുത്തരും. നിരവധി വീടുകൾ തകർന്നു വീണൊരു സാഹചര്യമുണ്ട്. ടോയ്ലറ്റുകളിൽ ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ വരുന്ന വെള്ളമൊക്കെ തന്നെ ഓടകൾ നിറഞ്ഞൊഴുകുന്നതും ഒപ്പം തന്നെ ചില ടോയ്ലറ്റ് മാലിന്യം ഉൾപ്പെടെ വരുന്നതാണ്. അപ്പോൾ എത്രത്തോളം അസുഖം പിടിക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പകർച്ചവ്യാധി ഭീതിയിലൊക്കെയാണ് ഈ പ്രദേശവാസികൾ കഴിയുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമുക്കൊപ്പം ഇവിടുത്തെ ചില പ്രദേശവാസികൾ കൂടി ഈ മണിക്കൂറിൽ ചേരുകയാണ്. അവരോട് കൂടി ചോദിച്ചറിയാം എന്താണ് ഇവിടുത്തെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം, അല്ലെങ്കിൽ എന്താണ് ഈ പ്രശ്നത്തിന്റെ കാരണം എന്നുള്ളത്. എന്താ ഈ ഒരു പ്രശ്നത്തിന്റെ മൂല കാരണം? കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വീട്ടുകാർ പറഞ്ഞതുപോലെ ഇവിടെ ഒരു ഓട അത്യാവശ്യമാണ്. ഓട വന്നാലേ ഈ വെള്ളം വേളി കായലിൽ കൊണ്ട് ഇറക്കിയാലേ ഇതിന് പരിഹാരം കാണുള്ളൂ. ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 2 കോടി രൂപ ചേരി പരിഷ്കരണ പദ്ധതി പ്രകാരം അനുവദിച്ചു. ശിവകുമാർ MLA ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ സമഫലമായ 2 കോടിയുടെ പണി നമ്മൾ ആരംഭിച്ചപ്പോൾ ഈ റോഡ് പൊക്കി ഓട അപ്പുറത്ത് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഇവിടുത്തെ ചില രാഷ്ട്രീയ പ്രവർത്തകർ വന്ന് അതിന് തടഞ്ഞെന്ന് പറഞ്ഞാൽ മേയറെ കൊണ്ടുവന്ന് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യിപ്പിച്ചു. അവിടെ ഒന്ന് ചെയ്ത് ഈ പണി ഇവിടെ തുടങ്ങാൻ പറ്റിയില്ല. അനാവശ്യമായിട്ട് കുറച്ച് മഴക്കുഴികൾ ഇവിടെ എടുത്തിട്ടു. അതിലൊന്നും ഈ വെള്ളം താങ്ങൂല. അതിനേക്കാൾ ഇരട്ടി വെള്ളമാണ് വരുന്നത്. അപ്പോൾ
ഇവിടെ ഇപ്പോൾ 40 വർഷമായി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത് LDF ആണ്. അവർക്ക് ഇതിനൊന്നും ഒരു പരിഹാരം കാണാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. എന്നിട്ടപ്പോൾ അവർ പറഞ്ഞുകൊടുക്കുന്ന ചില ആളുകൾ തടസ്സപ്പെടുത്തുന്നു. ആര് തടസ്സപ്പെടുത്തുന്നു, എന്ത് തടസ്സപ്പെടുത്തിയെന്നൊന്നും അവർ പറയുന്നില്ല. വെറുതെ പുകമറ സൃഷ്ടിക്കുന്നതല്ലാതെ ഇതിനൊരു പരിഹാരം കാണാൻ ഭരണം നടത്തുന്ന പാർട്ടിയോ അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്ന LDFോ യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിക്കുന്നില്ല. ശിവകുമാറിൻ്റെ കാലത്ത് അനുവദിച്ച 2 കോടി രൂപ ആ നടപടികൾ ആ പണി പൂർത്തിയായിരുന്നെങ്കിൽ ഈ വെള്ളക്കെട്ടിന് പരിഹാരം ഉണ്ടായിരുന്നു. പണമടക്കം ലാപ്സായി പോയെന്നാണ്. പണം ലാപ്സായി അതിലൊരു 80 ലക്ഷത്തിന് താഴെ രൂപ ചിലവാക്കിയിട്ടുണ്ട്. അത് നമുക്ക് അപ്പുറത്തെ റോട്ടിലാണ്. അവിടെ ഒരു 3 റോഡും എപ്പോഴും ഇതിനെപ്പോലെ ചെളി കെട്ടി വെള്ളക്കെട്ടാറ്റ് കിടന്നിടത്ത് അതിപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ആ പണി നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഇവർ തടസ്സപ്പെടുത്തിയത്. എല്ലാ മഴക്കാലത്തും ഇത് തന്നെയാണോ ഇവിടുത്തെ? മഴക്കാലത്ത് ഇത് തന്നെയാണ് സ്ഥിതി. സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. മറ്റൊരു പ്രദേശവാസി കൂടി ചേരുകയാണ്. ചേട്ടാ, എന്താ നമുക്ക് എന്തുകൊണ്ട് ഈ ഒരു വെള്ളക്കെട്ട് ഒഴിവാക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യം? ഇത് അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഓട നിർമ്മാണമാണ് ഇതിൻ്റെ പ്രധാന കാരണം. കഴിഞ്ഞ 2023 ഒക്ടോബർ മാസം 13-ാം തീയതി ഈ വെട്ടുകാട് മേഖലയിൽ പല പ്രദേശങ്ങളിലും വെള്ളം കയറുകയും ഈ മാധവപുരം പ്രദേശം തടക്കം വെള്ളക്കെട്ട് രൂപപ്പെടുകയും ഒരു 40 ദിവസത്തോളം ഇവിടുത്തെ ജനങ്ങളെ വേളി യൂത്ത് ഹോസ്റ്റലിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുകയൊക്കെ ചെയ്തു. ആ സമയത്ത് ഇവിടുത്തെ ജില്ലാ ഭരണകൂടം, ജില്ലാ കളക്ടർ ഇവിടെ സന്ദർശിച്ചിട്ടുണ്ട്. കോർപ്പറേഷൻ്റെ ബന്ധപ്പെട്ട അധികൃതർ ഇവിടെ സന്ദർശിച്ചിട്ടുണ്ട്. അതുപ്രകാരം ഡെപ്യൂട്ടി കളക്ടർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് ഒരു നിർദ്ദേശം നൽകുകയുണ്ടായി. ആ നിർദ്ദേശം അനുസരിച്ച് ഈ മാധവപുരം പ്രദേശത്തെയും കൊച്ചുവേളി, പാതിരപ്പിയോ, നമ്മുടെ ബാലനഗർ, ഈ പ്രദേശത്തെ വെട്ടുകാട് പ്രദേശത്തെ ഈ മേഖലകളിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങളും അതിനുള്ള കാരണങ്ങളും കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു ഫീസിബിലിറ്റി റിപ്പോർട്ട് തയ്യാറാക്കി നൽകുന്നതിന് വേണ്ടി PWD, തിരുവനന്തപുരം കോർപ്പറേഷൻ, ചെറുകിട ജലസേചന വകുപ്പ്, തിരുവനന്തപുരം തഹസീൽദാർ എന്നിവർക്ക് നിർദ്ദേശം നൽകുകയുണ്ടായി. ഈ ഫീസിബിലിറ്റി റിപ്പോർട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ നവംബർ മാസം 16-ാം തീയതിക്കകം തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഫീസിബിലിറ്റി റിപ്പോർട്ട്, സാധ്യതാ പഠന റിപ്പോർട്ട് കളക്ടർക്ക് മുമ്പായി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ കളക്ടർക്ക് മുമ്പായി നൽകിയ ഈ റിപ്പോർട്ടിൽ പ്രധാനമായും നമ്മുടെ ഈ മാധവപുരം പ്രദേശത്തെക്കുറിച്ച് പറയുന്നത്, ഇവിടെ മാധവപുരം പ്രദേശത്ത് ഒരു കലുങ്ക് കൊണ്ടുവന്നും ആ കലുങ്കിൻ്റെ വീതി കുറവ് കൊണ്ട് അത് ശരിയാക്കണമെന്നും, കൂടാതെ ഈ ഇവിടെ നിന്ന് വെള്ളം ഒഴുകി സുഖമായി പോകുന്നതിനുള്ള ഒരു ഓട നിർമ്മാണം നടത്തപ്പെടണം എന്നുമാണ്. എന്നാൽ ഈ കാലവർഷ സമയത്ത് ഇവിടെ വെള്ളക്കെട്ട് ഉണ്ടാകുമെന്ന് കണ്ടുകൊണ്ട് ചിലർ, കോർപ്പറേഷൻ്റെ ചില ആൾക്കാർ വന്നിവിടെ ഓട ചവറൊക്കെ മാറ്റിയെന്നല്ലാതെ ഒരു നിർമ്മാണ പ്രവർത്തനമോ ഇതിന് ഈ കാലവർഷക്കെടുതി ഉണ്ടാകുമെന്നുള്ള ഒരു മുന്നൊരുക്കമോ നടത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു റിപ്പോർട്ട് മാത്രമായി ഒതുങ്ങിപ്പോയി. ഇത് ഈ റിപ്പോർട്ടുകൾ കടലാസിൽ ഒതുങ്ങിപ്പോകുന്നു എന്നതാണ് പ്രധാന വിഷയം. ഈ റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കാത്തതിനുള്ള മുഖ്യ കാരണം എനിക്ക് ആ റിപ്പോർട്ട് വായിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ പദ്ധതി വെട്ടുകാട് മേഖലയിലെ ഈ പദ്ധതി നടപ്പാക്കുന്നതിന് കോടിക്കണക്കിന് രൂപ ചിലവ് വരും എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഫണ്ട് എങ്ങനെ റൈസ് ചെയ്യും എന്നുള്ളതൊരു പ്രധാന ചോദ്യമാണ്. അപ്പോൾ എന്തായാലും ഒരു വാർഡിലെ ഈ മഴക്കാല വെള്ളക്കെടുതിക്ക് ഒരു ഭീമമായ തുക ഈ ചിലവാക്കുന്നതിനുള്ള ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം നൽകുക എന്നുള്ളതാണ് ഒരു സർക്കാരിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും ഉത്തരവാദിത്തം. അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരം കളക്ടർ റിപ്പോർട്ട് തേടിയ ആ റിപ്പോർട്ടിന് പ്രകാരം ഒരു നടപടിയും എടുത്തിട്ടില്ല. ഒരു നിർമ്മാണ പ്രവർത്തനമോ ഒന്നും തന്നെ നടത്തിയിട്ടില്ല. റിപ്പോർട്ടുകൾ മാത്രമായിട്ട് ഒതുങ്ങുന്നു എന്നതാണ് വസ്തുത. സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇവിടുത്തെ നിരവധി പ്രദേശങ്ങളുണ്ട്. ഏകദേശം 2 കിലോമീറ്റർ ചുറ്റളവിൽ മിക്ക വീടുകളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. നമ്മൾ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ ഓരോരുത്തരുടെയും മുട്ടിന് മുകളിൽ വെള്ളം കയറി നിൽക്കുന്ന സാഹചര്യം. പലരും ഇവിടുന്ന് വീട് മാറിപ്പോവുകയും വീട് പൂട്ടിയിട്ടേക്കുന്നു. ഇവിടുന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും ബന്ധുവീടുകളിലേക്കും ഒക്കെ തന്നെ ആളുകൾ പോയ സാഹചര്യം കൂടിയുണ്ട്. പല വീടുകളുടെ അവസ്ഥ ഒരുപക്ഷെ പ്രേക്ഷകർ കാണുമ്പോൾ അത് വലിയ രീതിയിലുള്ള ദയനീയമായ കാഴ്ചകൾ കൂടിയാണ്. കാരണം വീടിന് ഉള്ളിൽ വരെ വെള്ളം കയറി വാതിലുകൾ തുറന്ന് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടിലേക്കാണ്
ഈ വേളി വെട്ടുകാട് മേഖലയിലെ ആളുകളൊക്കെ തന്നെ എല്ലാ കാലത്തും ദുരിതം അനുഭവിക്കുന്നത് എന്നുള്ളതാണ്. വെള്ളം കെട്ടിക്കിടന്ന് ഒപ്പം തന്നെ ഇഴജന്തുക്കൾ വീട്ടിനുള്ളിൽ കയറിയും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഈ ഒരു മേഖലയിൽ ഉണ്ടാകുന്നുണ്ട്. ഒരു വിഭാഗം ആളുകൾ എന്ന രീതിയിൽ ഇവരെ തഴഞ്ഞിട്ടിരിക്കുന്നു എന്നുള്ള വിമർശനം കൂടി ഈ പ്രദേശവാസികൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. കൃത്യമായ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിക്കൊണ്ട് തങ്ങളുടെ പാർട്ടിയിലല്ലാത്തവരാണ് താമസിക്കുന്നത് എന്നതടക്കം ഉന്നയിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള അവർക്ക് വേണ്ട സ്വീകരിക്കേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളൊരു വിമർശനം കൂടിയാണ് ഈ ഘട്ടത്തിൽ ഈ പ്രദേശവാസികൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം വേസ്റ്റ് വെള്ളമാണ്, വേളി ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നടക്കം വരുന്ന ഒഴുകിയെത്തുന്ന വെള്ളമാണ്, താഴ്ന്ന മേഖലയാണ്. സ്വാഭാവികമായും ഇവിടെ ഉയർത്തിയാൽ മാത്രമേ അതിനുശേഷം ആ വെള്ളം മറ്റ് ഓടയിലേക്ക് പോയി വേളി കായലിലേക്ക് ഒഴുക്കിവിടാൻ കഴിയുള്ളൂ. പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം അധികൃതർ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഏകദേശം 2 കോടിയോളം രൂപ ഇതിനായി വകമാറ്റി വെച്ചിരുന്നുവെങ്കിൽ പോലും ആ 2 കോടി രൂപയിൽ വെറും 60 ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട് ചില ഓടകൾ നിർമ്മിച്ചുവെങ്കിലും അത് ശരിയായ രീതിയിലല്ല എന്നുള്ളതാണ് പ്രദേശവാസികൾ ആക്ഷേപമായി ഉന്നയിക്കുന്നത്. നിരവധി വീടുകളുണ്ട്, ഒപ്പം തന്നെ പ്രായമായ ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട്. അവർക്ക് പോലും കൃത്യസമയത്ത് ഭക്ഷണം വാങ്ങാനോ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് ആശുപത്രികളിലേക്കൊക്കെ പോകാൻ പോലും കഴിയാത്ത രീതിയിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് വേളിയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാലും മഴക്കെടുതിയിൽ അതിരൂക്ഷമായ ദുരിതമാണ് ഈ മേഖലയിലുള്ള സാധാരണക്കാർ അനുഭവിക്കുന്നത്. രോഹിണി. ശരി ശാലിനി, വെട്ടുകാട് പ്രദേശത്തെ വെള്ളക്കെട്ട് ദുരിതം പങ്കുവയ്ക്കുകയായിരുന്നു അവിടെ നിന്നും എസ് ശാലിനി.